to contact Manju Warrier, the heroine and the producer of the film. I felt that somebody is blocking me from reaching out to her. When I tried to find out the reason, I found out that her life is in risk and she's been controlled by somebody and she is not in a position to tell the truth. സോ ഇതാരാന്ന് നിങ്ങൾക്ക് പലർക്കും അറിയാത്തവരൊക്കെ ഉണ്ടായിരിക്കും. ഈ പുള്ളിയുടെ പേരെന്ന് പറയുന്നത് സനിൽ കുമാർ ശശിധരൻ. പുള്ളി എന്ന് പറയുന്ന ഒരു മലയാളത്തിലെ ഭയങ്കര സംവിധായകനും പോയറ്റൊക്കെയാണ്. ഇതെന്താണ് മഞ്ജു വാര്യരെ പറ്റി പറഞ്ഞതെന്നൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇടയ്ക്ക് മാത്രമല്ല, ഇതിനെക്കുറിച്ച് കുറേ പഴയ ഒരു കാര്യം തൊട്ട് പറയുകയാണെങ്കിൽ ഇദ്ദേഹം ഭയങ്കര ഒരു മഞ്ജു വാര്യർ ഫാൻ എന്ന് പറഞ്ഞാൽ മാത്രമല്ല, മഞ്ജു വാര്യനോട് കടുത്ത പ്രണയമുള്ളൊരു വ്യക്തിയാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എന്ത് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുകൊണ്ട് തന്നെ മഞ്ജു വാര്യർ ഇയാൾക്കെതിരെ കേസ് കൊടുത്തിരുന്നു. അതിൻ്റെ പേരിൽ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇറങ്ങിയതിന് ശേഷം പുള്ളിക്കാരൻ അമേരിക്കയിലോ അവിടെ എവിടാണ്ടൊക്കെ ആയിരുന്നു. ആ സമയത്ത് എന്തുവരുന്നെന്ന് പറഞ്ഞാൽ മഞ്ജു വാര്യർ പുറകെ നടക്കുക. അവർ ഏതോ ഒരു പടത്തിൽ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പുറകെ നടക്കുക, അതുപോലെ തന്നെ മെസ്സേജ് അയക്കുക, ഇഷ്ടമാണെന്ന് പറയുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ എപ്പോൾ നോക്കിയാലും മഞ്ജു വാര്യരുടെ പുറകെ ശല്യപ്പെടുത്താനും മെസ്സേജ് അയക്കാനും ഒക്കെ ഉണ്ടായിരുന്നു. ഇതുകൊണ്ട് തന്നെ മഞ്ജു വാര്യർ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ശല്യം സഹിക്കാൻ വയ്യാതെ പോലീസിനെ കംപ്ലയിൻറ്റ് ചെയ്തു. പോലീസ് എന്ത് ചെയ്തു, പുള്ളിക്കാരനെ അറസ്റ്റ് ചെയ്തു. അതിനുശേഷം വിട്ടയക്കുകയൊക്കെയാണ് ചെയ്തത്. അതിനുശേഷം ഇപ്പോഴെന്ത് ചെയ്യുന്നു, പിന്നെയും പുതിയതായിട്ട് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരനുണ്ടെങ്കിൽ ഒരു വീഡിയോ എടുത്തിട്ടേക്കുവാണ്. ഇത് കണക്ക് മഞ്ജു വാര്യരിന് ഭയങ്കരമായിട്ട് ഭീഷണിയുണ്ട്, ഞാൻ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചു, പക്ഷേ എന്നെ ബ്ലോക്ക് ചെയ്യാനൊക്കെ ശ്രമിക്കുകയാണ്, ഇതൊക്കെ ആരൊക്കെയോ ചേർന്നാണ് നടത്തുന്നത്, മഞ്ജു വാര്യർ സേഫ് അല്ല എന്നുള്ളൊക്കെ കാര്യം പറഞ്ഞിട്ട് ഭയങ്കര മഞ്ജു വാര്യരോടുള്ള സ്നേഹം കൊണ്ടാണ് ഇതൊക്കെ പറയുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു വീഡിയോ ക്ലിപ്പ്, എന്താ പറയുക, ഒരു വോയിസ് ക്ലിപ്പും വന്നിട്ടുണ്ടായിരുന്നു. മഞ്ജു വാര്യരുടെ അടുത്ത് സംസാരിക്കുന്നത്, മഞ്ജു വാര്യർ ഇഷ്ടമാണെന്നൊക്കെ തിരിച്ചും സംസാരിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ ഒരു വോയിസ് ക്ലിപ്പും ലീക്കായിട്ടുണ്ടായിരുന്നു. പക്ഷേ പുള്ളിക്കാരൻ പറയുന്ന ആ ഒരു വോയിസ് കേട്ടിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മഞ്ജു വാര്യരാന്നേ തോന്നില്ല. അത് തമിഴിൽ ഏതാണ് സംസാരിക്കുന്നത്. നല്ലോണം മലയാളം അറിയാത്തൊരു തമിഴ് ആളെ പോലെ ഉണ്ട്. കാരണം തമിഴ് ആൾക്കാർ മലയാളം സംസാരിക്കുമ്പോൾ മനസ്സിലാവില്ല, ഒരുമാതിരി വിക്കി ഭയങ്കര മോശമായിട്ടാണ് സംസാരിക്കുന്നത്. ഇപ്പം മഞ്ജു വാര്യർ നല്ല രീതിയിൽ മലയാളം സംസാരിക്കുന്ന ഒരാളാണ്. അപ്പോൾ അവർക്ക് റിയലായിട്ട് നല്ല രീതിയിൽ അത് സംസാരിക്കാനും പറ്റും. ഇവരെ ഈ ഒരു വ്യക്തി ആരോ 2 വർഷമായിട്ട് ഈ മഞ്ജു വാര്യരാന്ന് പറഞ്ഞ് പറ്റിക്കുവാണ്. അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നതെന്ന് തോന്നുന്നു. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വീഡിയോ ആണ്. അതിനകത്ത് പറയും മഞ്ജു വാര്യർക്ക് ഭയങ്കരമായിട്ടുള്ള അപകടങ്ങളൊക്കെ ഉണ്ട്, ആരൊക്കെ അപായപ്പെടുത്താൻ നോക്കുകയാണ്, ഞാൻ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടൊന്നും നടക്കുന്നില്ല, എങ്ങനെയെങ്കിലും ഇത് മഞ്ജു വാര്യർ കാണണം എന്നുള്ളൊക്കെ കാര്യങ്ങൾ എന്ത് ചെയ്യും ആ ഒരു വീഡിയോയിൽ ഇങ്ങനെ ലൈവിൽ വന്ന് പറയുകയാണ്. സോ ഈ ഇഷ്യൂ ഒക്കെ കഴിഞ്ഞ ഒരു 2 വർഷം മുമ്പൊക്കെ ഇതുപോലെ അറസ്റ്റ് ചെയ്യുക ചെയ്തതിന് ശേഷം ഈ പുള്ളിക്കാരൻ്റെ ഇൻസ്റ്റ അല്ലെങ്കിൽ ഫേസ്ബുക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ മഞ്ജു വാര്യർക്ക് എതിരെയാണ് കുറേയധികം പോസ്റ്റൊക്കെ ഇട്ടിട്ടുള്ളത്. ചില സമയത്ത് സ്നേഹം കാണും, ചില സമയത്ത് ദേഷ്യം കാണും. ഇപ്പം സ്നേഹമാണുള്ളത്. മഞ്ജു വാര്യർക്കെതിരെ ഭയങ്കരമായിട്ട് ഭീഷണിയൊക്കെ ഉണ്ട്, ശ്രദ്ധിക്കണം, ഞാൻ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടൊന്നും പറ്റുന്നില്ല എന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. അതിനുവേണ്ടി വോയിസും ആ ഒരു സംസാരിക്കുന്ന വോയിസൊക്കെ പുറത്ത് വിട്ടിരുന്നു. പക്ഷെ അത് കണ്ടിട്ട് മഞ്ജു വാര്യരാന്ന് തോന്നിയില്ല. നിങ്ങൾക്ക് എന്താണ് ഇതിനെപ്പറ്റി തോന്നിയെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക.